കുറച്ചും കൂടി ബോൾഡ് ആകണം. ബോൾഡ് ആവുന്ന ആൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോ കാരണം തീരെ പഠിക്കൂലേ. ചേച്ചി വേറെ ചോദ്യങ്ങൾ എന്തൊക്കെ ചോദിക്കേ? ഞാൻ ചോദിച്ച ചോദ്യം ചോദിക്കും. അത് പണ്ടേ റീസൺ ഉണ്ടാവല്ലോ. ഒരു ഫ്രണ്ടിനോടുള്ള ഇഷ്ടം, ആ ഇഷ്ടം അതിന്റെ ബാക്ക്ഗ്രൗണ്ടും നിന്നെ പിടിച്ച് വളർത്താൻ 3 വർഷം എനിക്ക് അറിയാം. അതിനിടയിൽ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചെറിയ പിണാപ്പനുണ്ട്. ടച്ച് വിട്ടോണ്ട് പറഞ്ഞോളൂ. ചേച്ചിക്ക് ലൈഫില് കൂടുതൽ സങ്കടം തോന്നിയ ഒരു നിമിഷം? ഞാൻ പൈനിൽ പോയതാണ്. ഒരിക്കലില്ല. ഇവിടെ പൈനി കഥ നിങ്ങൾക്ക് അറിയില്ലല്ലോ. കല്യാണം കഴിച്ച് ഓടിയതാ പൈനിലേക്ക്. 7 വർഷം ആ കൂട്ടിയില്ലായി. പിന്നെ അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട, കാരണം ജയിലിട്ടാലും പേടിക്കണ്ട, കാരണം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പറയും എന്തായിരുന്നു ക്വസ്റ്റ്യൻ തീർന്നു. അല്ല, വിഷമിച്ച ഒരു നിമിഷം. വിഷമിച്ച സങ്കടം കല്യാണം നല്ലേ. നമ്മുടെ കുറച്ച് ഉൾനാട്ടിലൊക്കെ കല്യാണം കഴിച്ചത്, അതുകൊണ്ടുള്ള പ്രയാസം. ഒരു മിനിറ്റ്, നമ്മൾ കരയുമ്പോൾ ആളെ പറയരുത്. ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റി എന്താണ്? എന്നെ പോലെ ആയിരിക്കുക, അതാണ്. എന്നാ പിന്നെ കട്ട പോകയാണ്. അവര് പറയാണ് ഞങ്ങളുടെ 7 എഴുത്ത് നീ ചവിട്ടി പോകുന്നത്. അതൊന്നും പറയില്ല, നിങ്ങളെ സ്വഭാവമൊന്നുമില്ല കേട്ടോ. ഞാൻ ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നില്ല എന്നാണ്. ചില കാര്യങ്ങൾ കൊണ്ട് ചിലവരിങ്ങനെ എനിക്കിട്ട് താങ്കളാണ്. അപ്പൊ അടുത്ത ഏപ്രിൽ 6 എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ താങ്കൾ എവിടെ എത്തിച്ചുണ്ടാകും? അന്ന് ഞാൻ എവിടെ ഉണ്ടാവും എനിക്കറിയില്ല, ഭൂമി തന്നെ ഉണ്ടാവും എന്തായാലും. പിന്നെ നിങ്ങൾക്ക് ഒരു വീട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് പാല് കാച്ചി കേറുന്ന ഉദ്ഘാടനം ചായ വേണോ? ചായ. ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് 1 കോടി രൂപ കയ്യിൽ കിട്ടി, ലോട്ടറി അടിച്ച് പെട്ടെന്ന് കിട്ടി. താങ്കൾ എന്ത് ചെയ്യും? ആ 1 കോടി മുഴുവൻ എനിക്കാണോ? കൈട്ട് വരില്ലല്ലോ. ആദ്യം ഒരു വീടെടുക്കും. വീട് വെച്ചിട്ട് എടോ ഞാനിന്റെ കോടി ഇട്ട് കാര്യം പറയുമ്പോ ചേച്ചി അങ്ങനെയാണ് നടക്കുക. ഞാൻ പറയുമ്പോ അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സൗണ്ട് എങ്ങാനും വന്നേ അവിടെ വന്നിരുന്നോ? അതിപ്പോ എപ്പ എടുത്തിട്ട് അവിടെ വെച്ചോ? ക്ലാസ് കൊടുക്കും പഠിക്കാനൊക്കെ വന്നതാ. ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ നല്ല ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് വെച്ചിട്ട് പൊങ്ങണ്ട. പിന്നെ പൊക്കിയാ പിന്നെ പൊന്തൂലേ. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ കണ്ടില്ലല്ലോ വ്യത്യാസം എന്തോന്ന് പറയുന്നത്. കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് കണ്ട ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. മുടിയൊക്കെ നന്നായിട്ട് അയച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ പണി നിൽക്കുക. പിന്നെ ഞാനിവിടെ ഇല്ലാത്ത ഒരു 7 വർഷം ചേച്ചി ഭയങ്കര മിസ് ചെയ്തു. ആ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞ പ്രകാശം മുഖത്ത് കാണുന്നത്. അന്നേരം ഞാൻ സത്യത്തിൽ ഇവരെ ശല്യം കൊണ്ട് കൊടുന്ന് പോയതാണ്. അതെ, ഭയങ്കര ശല്യമായിരുന്നു ഞങ്ങളെ കൊണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ശല്യം തീർന്നിരുന്നോ? അവിടെ വേറെ ശല്യം. ചായകുടി ഒന്നും കഴിഞ്ഞില്ലേ, വേണം വെച്ച് വെപ്പിക്കാൻ ഇറങ്ങിയതാണ്. തക്കുടു അതൊരു നോട്ട പോയിന്റ് ആണ്. അതെ, അത് മനിയെ ഞാനിവിടുന്ന് ചോദിച്ചാവുന്ന നല്ലേ കേട്ടോ. എനിക്കറിയാം എന്റെ അടവ് എന്താന്ന്. കുത്തുത്തിയുണ്ടല്ലോ. ചേച്ചിക്ക് എത്ര ലവ് ഉണ്ടായിരുന്നു? 1 2 3 5 ഇങ്ങനെ എക്സെട്രാ. അത് ഒരാളെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്നെ നമ്മ തേച്ചിട്ട് പോയത് കൊണ്ട്. തേച്ചിട്ട് പോയില്ലേ? സൈഡ് ഉണ്ടായിരുന്നു. വൺ സൈഡ്. പിന്നെ 1 സൈഡ് ഉണ്ടായിരുന്നു, അത് ഫ്ലോപ്പ് ആയി പോയി. ഇത് 2 സൈഡ് ഉണ്ടായിരുന്നു, 3 സൈഡ്, 4 സൈഡ്, 5 സൈഡ്. ഇങ്ങനെ സൈഡുകളുടെ ഒരു സ്ലൈഡ് തന്നെ ആയിരുന്നു.
നീ ഇന്ന് മരിച്ച സ്വർഗത്തിൽ പോകുമോ അതോ നരകത്തിൽ പോകുമോ? ഓഫ്കോഴ്സ് സ്വർഗത്തിലേ പോവുള്ളൂ. ഉറപ്പാ. നരകത്തിൽ നിന്ന് കേൾക്കാൻ കാത്തിട്ട്. അപ്പോൾ താങ്കൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് എന്താണ് ഇത്? താങ്കൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഇല്ല, ഞാൻ സ്വർഗത്തിന് പോകുന്നു ഞാൻ പറയില്ല. ചിലപ്പോ എനിക്ക് തോന്നുന്ന സ്വർഗത്തിന്റെ വാതിലുണ്ടാവൂലേ, അതിന്റെ കുറച്ചും കൂടി പുറത്തേക്ക് ഞാൻ ഉണ്ടാവാം. അടുത്ത് പോകുന്ന എനിക്ക് തോന്നിയില്ല. അടുത്ത് പോല ഇല്ല തോന്നുന്നു. നിന്നെ കയറ്റൂലെന്നറിയും. എന്റെ കുഞ്ഞെ കാണുമ്പോ ഞാൻ അവിടെ കേൾക്കുന്ന കാണുമ്പോ ആ പിന്നെ ചേച്ചി എന്തായാലും ഉണ്ടാവില്ല അവിടെ. അപ്പൊ ഞാൻ നരകത്തിൽ പോകുന്നാണോ പറയുന്നത്? എന്നെ എങ്ങനെ ആക്കി തീർക്കുന്നു പറഞ്ഞില്ലേ? അപ്പോൾ അപ്പൊ താങ്കൾ സ്വർഗത്തിൽ പോകുമെന്നാണ് താങ്കൾ പറയുന്നത്. അതെ. അപ്പൊ താങ്കളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും താങ്കൾ ആഗ്രഹിക്കുന്നു? താങ്കളുടെ കൂടെ ആരൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നു? പറയൂ. എന്റെ കൂടെ ഞാൻ മാത്രം മതി. ഞാന് ദൈവം. അതേ സ്വാർത്ഥൻ. എങ്ങനെ നിനക്ക് പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾ കോഴിക്കോടെത്തുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതെന്തായാലും നിറവേറി. ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഞാൻ പാഞ്ഞു വന്നത്. അതെ. പോണോ പൈനീര്? ഓക്കെ. നിങ്ങളെന്താ ഒടിഞ്ഞു കുത്തിക്കുന്നത്? നിങ്ങളെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെ? ചേച്ചിനോട് ഞാൻ ചോദിക്കുന്ന ലാസ്റ്റ് ചോദ്യമാണ്. നിങ്ങളെ മോളോട് പിണ്ടാക്കാൻ പറഞ്ഞു തക്കുടോ? കിട്ടും. മമ്മിയോ? ഇത് മമ്മി. മമ്മി ഓക്കെ. ആ, ഇനി ഏച്ചിക്ക് മുന്നോട്ടേക്ക് എന്തൊക്കെ ചേഞ്ചസ് ഏച്ചിന്റെ ക്യാരക്ടറിലും ശീലങ്ങളിലൊക്കെ കൊണ്ടുവരണം ചേച്ചി വിചാരിക്കുന്നു? ഡെയിലി കുളിക്കാറില്ല. ഡെയിലി കുളിക്കാം. കുറച്ചും കൂടി ബോൾഡ് ആകണം. ബോൾഡ് ആവുന്ന ആളെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, കുറച്ച് സീരിയസ് ആയിട്ട് ഡിസ്റ്റർബൻസ് ഒക്കെ അത് പോണോ? താങ്കളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? എങ്ങനെ പോണം? ഒളിക്കുന്ന മൂടാണോ താങ്കളുടെ? ജന്മനായി കിട്ടുന്ന സംഭവമാണ്. എനിക്ക് ചേച്ചിന്റെ ഫീച്ചറിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ചേച്ചിന്റെ ചിരി. ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ശരി പറയില്ലേ? അതെ, ഇവിടെ ഇടയ്ക്ക് കച്ചറുണ്ടാവും. നിങ്ങൾ അത് ആരും ഒന്നും വിചാരിക്കണ്ട. വീഡിയോനെ ബാധിക്കുന്നതോ? ക്യാമറ അവിടെയല്ലോ, ഇവിടെയാണ്. താങ്കൾ ഈ ഭൂമിക്ക് വേണ്ടി എന്ത് ഒന്നും ഞാൻ ചെയ്യില്ല. താങ്കൾ പ്രധാനമന്ത്രിയായാൽ താങ്കൾ എന്ത് ചെയ്യും? ആൾക്കാർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഇത് മാത്രം ഇങ്ങനെയിലൂടെ ആക്ഷൻ കാണിക്കാം. അവിടെ പോയിട്ട് പറയൊന്നുമില്ല. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണല്ലോ ചെയ്യാൻ അത്ര മാത്രമാണ്. അപ്പൊ ഞാൻ ഇവരെ കൊണ്ട് അമ്മയും മോള് ഇതല്ലോ, ഇവർ രണ്ടാളെന്താ ചെയ്യാച്ചാല് പുറത്തുനിന്നൊരു വീട് എടുക്കാൻ ശ്രമിക്കില്ല. വീട്ടിലൊരു സമാധാനം വരുമ്പോ രണ്ടും മുഖ്യമന്ത്രി ആവൂല. എന്തൊക്കെ ആവശ്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്തിട്ട് 5 വർഷം ഇവിടെ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി. അതെന്താണ് താങ്കൾ പുറത്തു പോകാത്തത്? വിചാരല്ലേ